ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സിയം എഡ്ജ്. നമ്മളിന്ന് നോക്കുന്നത് MCOMലെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഓപ്ഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻ എന്ന് നോക്കാം. ഓപ്ഷൻ സിംപ്ലി റെഫേഴ്സ് ടു എ ചോയ്സ് ഓർ ഫ്രീഡം ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോയ്സോ അല്ലെങ്കിൽ ഒരു ഫ്രീഡോ ആണ്. നമുക്കറിയാം എല്ലാ കോൺട്രാക്റ്റിലും 2 persons അറ്റ്ലീസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അതായത് ഒരു ബയ്യറും ഉണ്ടാവും, ഒരു സെല്ലറും ഉണ്ടാവും. അപ്പോൾ ഈ ബയ്യർക്ക് നൽകുന്ന ഒരു ചോയ്സ് ഓർ ഫ്രീഡത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ്റെ ഈ ചോയ്സും ഫ്രീഡവും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബയർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം അത് എക്സസൈസ് ചെയ്യാം, അതായത് യൂസ് ചെയ്യാം. അയാൾക്ക് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻ എന്താണ്, ഇത് ബയർ അത് ഓപ്ഷൻ യൂസ് ചെയ്യണോ യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഈ ബയർക്ക് നൽകുന്ന ഒരു റൈറ്റാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ സെല്ലർക്ക് ഇതിൽ ഓപ്ഷനിൽ ഒരു റൈറ്റും ഇല്ല. അയാൾക്ക് ആകെ ഉള്ളത് ആ കോൺട്രാക്റ്റിലെ ഒബ്ലിഗേഷൻസ് നോക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതായത് റൈറ്റ് എല്ലാം നൽകുന്നത് ആർക്കാണ്, ബയർക്കാണ്. അതുപോലെ തന്നെ ഈ ബയറിന് ഒരു ഒബ്ലിഗേഷൻസും ഇല്ല. നേരെ മറിച്ച് സെല്ലറിന് ഒരു റൈറ്റ് പോലും ഇല്ല, പക്ഷേ എല്ലാ ഒബ്ലിഗേഷൻസും സെല്ലറുടെ മുകളിലാണുള്ളത്. അപ്പോൾ ഇതാണ് എന്ത്, ഓപ്ഷൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഓപ്ഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. അതായത് നമ്മളൊരു കോൺട്രാക്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, അത് ഒരിക്കലും ഓവർ ദി കൗണ്ടർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കരുത്. നേരെ മറിച്ച് എന്തായിരിക്കണം, എക്സ്ചേഞ്ച്, നമ്മൾ പറയാറില്ലേ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ, അതായത് എക്സ്ചേഞ്ചിൽ ഇത് ട്രേഡ് ചെയ്യണം. എന്നാൽ ഇതിനെ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്താണ്, ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ്. ദെൻ ദർ ഇസ് എ ട്രേഡഡ് ത്രൂ ദി എക്സ്ചേഞ്ച്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ അറ്റ്ലീസ്റ്റ് 2 party വേണം. അതായത് ബയറെ നമ്മൾ എന്ത് പറയുന്നു, ഓണർ എന്ന് പറയുന്നു. അയാളാണ് ഈ റൈറ്റ് ബൈ ചെയ്യുന്ന ആൾ. സെക്കൻഡ് പാർട്ടി ആരാണ്, റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലറെയാണ് റൈറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെല്ലർ ഹാസ് നോ ചോയ്സ്, അതുപോലെ തന്നെ സെല്ലർ ഹാസ് നോ റൈറ്റ്. ഓക്കെ, ഓൺലി ഒബ്ലിഗേഷൻസ് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ 2 type ഓഫ് ഓപ്ഷൻസ് ആണ് മെയിനായിട്ടുള്ളത്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. അപ്പോൾ നമുക്ക് അതെന്താ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ടേംസ് ഇൻ ഓപ്ഷൻ, അതായത് ടെർമിനോളജീസ്. ഒരു ഓപ്ഷനിലെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ടേംസ് എന്നുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ടേംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേമാണ് എക്സസൈസ് പ്രൈസ് ഓർ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് പ്രൈസ് ഓർ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ, ഈ 2 parties ഏർപ്പെടുമ്പോൾ അവരൊരു പ്രൈസ് ഫിക്സ് ചെയ്യും ഈ കോൺട്രാക്റ്റിൽ. അപ്പോൾ ആ പ്രൈസിനായിരിക്കും അവരത് ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യുക. അതായത് ബയർ ആ പ്രൈസിനാവും അത് എക്സസൈസ് ചെയ്യണോ വേണ്ടേ എന്ന് നോക്കുക ഫ്യൂച്ചറിൽ. അപ്പോൾ ഇപ്പോൾ ഫിക്സ് ചെയ്യുന്ന ഫ്യൂച്ചറിലെ പ്രൈസാണ് എന്തെന്ന് പറയുന്നത്, എക്സസൈസ് പ്രൈസ് ഓർ സ്ട്രൈക്ക് പ്രൈസ്. അതായത് ആ കോൺട്രാക്റ്റ് എപ്പോഴാണോ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, അതായത് യൂസ് ചെയ്യുന്നത്, അപ്പോഴുള്ള പ്രൈസാണ് എക്സസൈസ് പ്രൈസ് ഓർ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ കറൻ്റ് സിറ്റുവേഷനിൽ എന്താണോ പ്രൈസ്, ആ പ്രൈസാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഒബ്ജക്റ്റിൻ്റെ മേലിലാണ് നമ്മൾ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആ അസറ്റിനെ, ആ വസ്തുവിനെ പറയുന്നതാണ് എന്ത്, അണ്ടർലൈങ് അസറ്റ്. ഈ അണ്ടർലൈങ് അസറ്റ് മേ ബി കറൻസി ആവാം, അതുപോലെ സ്റ്റോക്ക് ആവാം, സ്റ്റോക്ക് ഇൻഡീസസ് ആവാം, അങ്ങനെ എന്തും ആവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇത് എമൗണ്ട് ദി ഓപ്ഷൻ ബയർ നീഡ് ടു പേ ടു ദി ഓപ്ഷൻ സെല്ലർ ഓർ റൈറ്റർ. അതായത്
അതായത് ഇത് ഈ ബയർ എന്ത് ചെയ്യാണ്, ബയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയറിനാണ് എല്ലാ റൈറ്റും ഉള്ളത്, സെല്ലറിന് ഒരു റൈറ്റും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെല്ലറുടെ കയ്യിൽ എന്താണുള്ളത്, ഒബ്ലിഗേഷൻ ആണുള്ളത്. അപ്പോൾ അയാളാണ് ഏറ്റവും ഡേഞ്ചറസ് റിസ്കി പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ അയാൾക്ക് നൽകുന്ന ഒരു കുറച്ച് എമൗണ്ട് അയാൾക്ക്, അതായത് ഈ സെല്ലർക്ക് ഈ റിസ്ക് കോമ്പൻസേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ളൊരു എമൗണ്ട് നമ്മുടെ എന്ത് ചെയ്യും, നമ്മളെ ബയർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ കൊടുക്കും. ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീമിയം എന്ന് പറയുന്നത്. ദെൻ എക്സ്പിറേഷൻ ഡേറ്റും ഉണ്ട്, എക്സസൈസ് ഡേറ്റും ഉണ്ട്. എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷന് എന്നാണോ വാലിഡിറ്റി പോകുന്നത് ആ ഡേറ്റ് ആണ് എക്സ്പിറേഷൻ ഡേറ്റ്. ദെൻ എക്സസൈസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണോ ഈ സെല്ലർ ഈ ഓപ്ഷന് അയാൾക്ക് ഫേവറബിൾ ആവുകയെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത്, അതായത് യൂസ് ചെയ്യുന്നത്, ആ ഡേറ്റാണ് എക്സസൈസ് ഡേറ്റ് എന്ന് പറഞ്ഞത്. ഇതാണ് ഓപ്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസ്. ദെൻ നീഡ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്ഷൻ. നീഡ്സും അഡ്വാൻറ്റേജസും നമുക്കറിയാം എന്താണ്. വിത്ത് ലെസ് ക്യാപിറ്റൽ വൺ ക്യാൻ ട്രേഡ് എ ലാർജ് പോർഷൻ. അതായത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബയറിന് എന്ത് ചെയ്യാം, കുറച്ച് എമൗണ്ട് കൊണ്ട് തന്നെ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ദെൻ നമുക്കിത് എന്തിന് യൂസ് ചെയ്യാം, സ്പെക്കുലേഷന് യൂസ് ചെയ്യാം, ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസിന് യൂസ് ചെയ്യാം. അതുപോലെ നല്ലൊരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. മാർക്കറ്റിലെ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസിനനുസരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ നീഡ്സും അഡ്വാൻറ്റേജസും. ദെൻ മെയിനായിട്ട് നമുക്ക് അടുത്തത് കടക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഓപ്ഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് 5 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ആണുള്ളത്, ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത് ഓപ്ഷൻ്റെ. ഫസ്റ്റ് ആണ് ഓൺ ദി ബേസിസ് ഓഫ് റൈറ്റ്, ദെൻ ഓൺ ദി ബേസ് ഓഫ് സ്റ്റൈൽ ഓഫ് എക്സസൈസ്, ഓൺ ദി ബേസ് ഓഫ് നാച്ചർ ഓഫ് അണ്ടർലൈങ് അസറ്റ് ആൻഡ് ഓൺ ദി ബേസ് ഓഫ് പ്ലേസ് ആൻഡ് ട്രേഡിംഗ് പ്രാക്ടീസസ്, ദെൻ അതർ ടൈപ്പ് ഓഫ് ഓപ്ഷൻ. അങ്ങനെ 5 ടൈപ്സ് ആണ് ക്ലാസിഫിക്കേഷൻസ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് റൈറ്റിലാവുമ്പോൾ 2 ടൈപ്പ് ആണുള്ളത്, കാൾ ഓപ്ഷനും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനും. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മനസ്സിലായാൽ മതി. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയർക്ക് നൽകുന്ന റൈറ്റാണ്, ബൈ ചെയ്യാനുള്ള റൈറ്റാണ് എന്ത്, കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് അയാൾക്ക് ഫേവറബിൾ ആവുമ്പോൾ അയാൾക്കത് ബൈ ചെയ്യാനുള്ള റൈറ്റാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. കോൾ എന്നുള്ള ഒരു പേര് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് ബൈ ചെയ്യാനുള്ള റൈറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ദെൻ കമ്മിങ് ടു ദി പുട്ട് ഓപ്ഷൻ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. അതായത് നമുക്ക് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ആണ് എന്ത്, അണ്ടർലൈങ് അസറ്റ് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ആണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പുട്ട് എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ, ഓപ്ഷൻ്റെ കേസിലാണ് പുട്ട് എന്നുള്ളൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, അത് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ആണ്. നേരെ മറിച്ച് കോൾ ആകുമ്പോൾ അത് ബൈ ചെയ്യാനുള്ള റൈറ്റ് ആണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് സ്റ്റൈൽ ഓഫ് എക്സസൈസ് ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ആണുള്ളത്. അതായത് യൂറോപ്യൻ ഓപ്ഷൻ ഉണ്ട്, അമേരിക്കൻ ഓപ്ഷൻ ഉണ്ട്, ബർമുഡൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ യൂറോപ്യൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, അതിന് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ മാത്രമേ അത് എക്സസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴാണോ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതായത് എക്സസൈസ് ഡേറ്റ് ആകുന്നത് അപ്പം മാത്രമേ, അതായത് എക്സ്പയറി ഡേറ്റ് എന്നാകുന്നോ അന്ന് മാത്രമേ അത് എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്താണ്, ചീപ്പായിട്ടുള്ളതാണ്. ദെൻ അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, യൂറോപ്യൻ ഓപ്ഷൻ പോലെയല്ല. അതായത് അമേരിക്കൻ ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റ്, അതായത് എക്സ്പയറി ഡേറ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്കത് എക്സസൈസ് ചെയ്യാം. നമുക്ക് എപ്പോഴാണോ അത് ഫേവറബിൾ ആവുന്നത് അപ്പൊക്കെ നമുക്കത് എന്ത് ചെയ്യാം, നമുക്കത് എക്സസൈസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത്, ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നും കൂടെ എന്താണ്, കൂടുതലാണ് കമ്പയറിങ് ടു യൂറോപ്യൻ ഓപ്ഷൻ. ദെൻ അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് നാച്ചർ ഓഫ് അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിൽ കമ്മോഡിറ്റി ഓപ്ഷന്, കറൻസി ഓപ്ഷൻ ആൻഡ് സ്റ്റോക്ക് ഓപ്ഷൻ, സ്റ്റോക്ക് ഇൻഡീസസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 4 ടൈപ്പാണുള്ളത്. കമ്മോഡിറ്റി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇതിലെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, കമ്മോഡിറ്റീസ് ആയിരിക്കും. കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗോൾഡ്, സിൽവർ, അതായത് ക്രൂഡ് ഓയിൽസ്, അതെല്ലാം കമ്മോഡിറ്റീസ് ആണ്. അപ്പോൾ അതിൻ്റെ മേലൊരു ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് വെക്കുകയാണെങ്കിൽ എന്താണ്, അത് കമ്മോഡിറ്റി ഓപ്ഷനാണ്. ദെൻ കറൻസി
കറൻസി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? ഫോറിൻ കറൻസീസ് ആയിരിക്കും ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് കറൻസിയുടെ മുകളിൽ ഓപ്ഷൻ കോൺട്രാക്റ്റ് വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കറൻസി ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻ. സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സ്റ്റോക്ക് ആയിരിക്കും. ദെൻ സ്റ്റോക്ക് ഇൻഡീസസ്. നമുക്കറിയാം സ്റ്റോക്ക് ഇൻഡീസസ് എന്താണെന്നുള്ളത്. അപ്പോൾ സ്റ്റോക്ക് ഇൻഡീസസിൻ്റെ മുകളിൽ ഒരു കോൺട്രാക്റ്റ് ഓപ്ഷൻ കോൺട്രാക്റ്റ് വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റോക്ക് ഇൻഡെക്സ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷനാണ് ട്രേഡിംഗ് പ്രാക്ടീസിനനുസരിച്ചിട്ട്. അപ്പോൾ ട്രേഡിംഗ് പ്രാക്ടീസിനനുസരിച്ച് 2 ടൈപ്പാണുള്ളത്. എക്സ്ചേഞ്ച് ട്രേഡും ഉണ്ട്, അതുപോലെ തന്നെ ഓവർ ദി കൗണ്ടറും ഉണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. എല്ലാം എന്തായിരിക്കും? കറക്റ്റ് ഒരു സ്ട്രക്ചേർഡ് ഫോമിൽ, അതായത് ഓതറൈസ്ഡ് ഫോമിലായിരിക്കും എല്ലാം നടക്കുക. നേരെ മറിച്ച് എന്താണ്? ഓവർ ദി കൗണ്ടർ ആകുമ്പോൾ നേരെ തിരിച്ചാണ്. ഒന്നിനും ഒരു അറേഞ്ച്മെൻറ്റ്സോ കാര്യമോ ഒരു ഓതറൈസ്ഡ് ഏജൻസിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിനെ ഓവർ ദി കൗണ്ടർ എന്ന് പറയുന്നത്. ഇതെന്താണ്? അൺസ്റ്റാൻഡർഡൈസ്ഡ് ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് അല്ലാത്തൊരു കോൺട്രാക്റ്റ് ആണ്. ഇനി അതർ ടൈപ്പ് ഓഫ് ഓപ്ഷനാണ് റിയൽ ഓപ്ഷൻ, വാനില ഓർ എക്സോട്ടിക് ഓപ്ഷൻസ്, വാറൻസ്, ലീബ്സ്, ബാസ്ക്കറ്റ്. ഇതെല്ലാം എന്താണ്? അതർ ടൈപ്പ് ഓഫ് ഓപ്ഷൻസ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജിയാണ് എന്ത്? മണിനെസ് ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷനിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് മണിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ മണിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മണിനെസ് റെഫേഴ്സ് ടു ദി പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദി എക്സസൈസ് ഓഫ് ആൻ ഓപ്ഷൻ. അതായത് ഒരു ഓപ്ഷന് എക്സസൈസ് ചെയ്യുമ്പോൾ അതായത് ഈ ബയർക്കോ സെല്ലർക്കോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതിന് കിട്ടുന്നതെന്ന് പറഞ്ഞാണ് എന്ത്? മണിനെസ് ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് 3 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. അതായത് ഫസ്റ്റ് വൺ ഇൻ ദി മണി, അറ്റ് ദി മണി ആൻഡ് ഔട്ട് ഓഫ് ദി മണി. ഇങ്ങനെ 3 ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ദി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? IMT എന്ന് പറയാറുണ്ട്. IMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കോൾ ഓപ്ഷൻ ഹാസ് വാല്യൂ ഓൺലി ഇഫ് ദി സ്പോട്ട് പ്രൈസ് എക്സീഡ് സ്ട്രൈക്ക് പ്രൈസ്. അതായത് കറൻറ്റ് മാർക്കറ്റിലെ പ്രൈസ് എക്സീഡ്സ് ദി സ്ട്രൈക്ക് പ്രൈസ്. ഫ്യൂച്ചറിലെ പ്രൈസ് എക്സീഡ് ചെയ്യുകയാണ് കറൻറ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻ ദി മണി ഓപ്ഷനാണ്. അതായത് സ്ട്രൈക്ക് പ്രൈസിനേക്കാളും കൂടുതൽ സ്പോട്ട് പ്രൈസ് കൂടുകയാണെങ്കിൽ ആ സിറ്റുവേഷനാണ് ഇൻ ദി മണി ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഔട്ട് ഓഫ് ദി മണി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്ഷന് ഈ ബയർ ഒരിക്കലും എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഈ സിറ്റുവേഷനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഔട്ട് ഓഫ് ദി മണി ഓപ്ഷൻ എന്ന് പറയുന്നത്, OTM എന്ന് പറയുന്നത്. ദെൻ അറ്റ് ദി മണി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രൈക്ക് പ്രൈസും സ്പോട്ട് പ്രൈസും ഈക്വൽ ആവുന്ന സിറ്റുവേഷനാണ് അറ്റ് ദി ടൈം ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതാണ് അതിൻ്റെ ഒരു സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. മാർക്കറ്റ് പ്രൈസ്, അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് പ്രൈസ് എക്സീഡ് ദി സ്ട്രൈക്ക് പ്രൈസ് ആകുമ്പോൾ കോൾ ഓപ്ഷനിൽ എന്താണ്? അത് ഇൻ ദി മണിയാണ്. നേരെ മറിച്ച് പുട്ട് ഓപ്ഷനിൽ എന്താണ്? അത് ഔട്ട് ഓഫ് ദി മണിയാണ്. ദെൻ മാർക്കറ്റ് പ്രൈസ് ലെസ് ദാൻ ദി സ്ട്രൈക്ക് പ്രൈസ് ആകുമ്പോൾ കോൾ ഓപ്ഷനിൽ ഔട്ട് ഓഫ് ദി മണിയാണ്, പുട്ടിൽ എന്താണ്? ഇൻ ദി മണിയാണ്. മാർക്കറ്റ് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും ഈക്വൽ ആകുമ്പോൾ കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും എന്താണ്? അറ്റ് ദി മണിയാണ്. ഓക്കെ, ദെൻ ഫണ്ടമെൻ്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആണ്. ഫണ്ടമെൻ്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ് മെയിനായിട്ട് 4 ടൈപ്പാണുള്ളത്. ലോങ് കോള്, ഷോർട്ട് കോള്, ലോങ് പുട്ട്, ഷോർട്ട് പുട്ട്. അപ്പോൾ നമുക്കിതെന്താന്ന് നോക്കാം. അപ്പോൾ ലോങ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എ പർച്ചേസ് ഓഫ് എ കോൾ. അതായത് ബൈ ചെയ്യുകയാണ് നമ്മൾ കോൾ ഓപ്ഷന് ഒരാൾ, അതായത് കോൾ ഓപ്ഷന് നമ്മുടെ ബയർ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ലോങ് കോൾ എന്ന് പറയുന്നത്. ദെൻ ഷോർട്ട് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഓപ്ഷന് സെല്ല് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഷോർട്ട് കോൾ എന്ന് പറയുന്നത്. ദെൻ ലോങ് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ദി പുട്ട് ഓപ്ഷൻ, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക, പർച്ചേസ് ചെയ്യുകയാണ് ഒരു പുട്ട് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ എന്താണ്? ലോങ് പുട്ട് എന്ന് പറയും. ദെൻ ഷോർട്ട് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുട്ട് ഓപ്ഷൻ എന്ത് ചെയ്യാണ്? സെല്ല് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം? ഷോർട്ട് പുട്ട് എന്ന് പറയാം. അതായത് ഇതിന് സിമ്പിളി ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഷോർട്ട് എന്ന് വരുമ്പോൾ എന്താണ്? അത് സെയില് ചെയ്യുകയാണ്. അത് ഇനി പുട്ടായിക്കോട്ടെ കോളായിക്കോട്ടെ, ഷോർട്ട് ആകുമ്പോൾ അത് സെല്ല് ചെയ്യുകയാണ്. ദെൻ ലോങ് ആകുമ്പോൾ അതെന്താണ്? ബൈ ചെയ്യുകയാണ്.
ദെൻ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ. ഫ്യൂച്ചറും ഓപ്ഷനും ഉള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറും ഓപ്ഷനുള്ള ഡിഫറൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ബോത്ത് പാർട്ടീസ് ആർ ഫ്യൂച്ചറിലും ഓപ്ഷനിലും ആണ് നോക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താണ്, ബോത്ത് പാർട്ടീസ് ആർ ഒബ്ലിഗേറ്റ് ടു പെർഫോം ദി കോൺട്രാക്ട്. അതായത് രണ്ട് പാർട്ടിക്കും എന്തുണ്ട്, ഒബ്ലിഗേഷൻസ് ഉണ്ട്. അതായത് സെല്ലർക്കും ബയർക്കും ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എന്തുണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്. നേരെ മറിച്ച് ഓപ്ഷനിലാകുമ്പോൾ ഓൺലി സെല്ലറിന് മാത്രമാണ് എപ്പോഴും എന്തുള്ളത്, ഒബ്ലിഗേഷൻ ഉള്ളത്. ദെൻ മാർജിൻ ഈസ് ബേസ് ഓഫ് ദി കോൺട്രാക്റ്റ്. ഫ്യൂച്ചറിൽ മാർജിനാണ്, നമ്മൾ കൊടുക്കുന്ന മാർജിനാണ് എന്ത്, ബേസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൻ്റെ. നേരെ മറിച്ച് ഓപ്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓപ്ഷൻ പ്രീമിയം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ പ്രീമിയം ആണ് ഓപ്ഷനിൽ ബേസ് എന്ന് പറയുന്നത്. ദെൻ ഫ്യൂച്ചറിലാവുമ്പോൾ ഹൈ മാർജിൻ ആവശ്യമാണ്, ഇവിടെ ആവുമ്പോൾ ഓപ്ഷനിലാകുമ്പോൾ ലോ മാർജിന് മതി. ദെൻ ഫ്യൂച്ചറിൽ ബോത്ത് പാർട്ടീസ് ഫേസ് പോസിബിലിറ്റി ഓഫ് ഗെയിൻ ഓർ ലോസ്. ഫ്യൂച്ചറിൽ ഏത് പാർട്ടിക്കും ബയർക്കും സെല്ലർക്കും ഗെയിൻ ഓർ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് ഓപ്ഷനിൽ ഓൺലി ബയറിന് മാത്രമാണ് എന്തുള്ളത്, പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനോ ലോസ് ചെയ്യാനോ ഉള്ള പോസിബിലിറ്റി ഉള്ളത്. ദെൻ റിസ്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഹൈ ആണ് കമ്പയറിങ് ടു ഓപ്ഷൻ. ദെൻ ഓപ്ഷനിൽ എന്താണ്, ലോവർ ആണ്. ദെൻ മോസ്റ്റ് യൂസസ് സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് ആർബിട്രേറ്റേഴ്സും സ്പെക്കുലേറ്റേഴ്സും ആണ് ഫ്യൂച്ചർ മെയിനായിട്ട് യൂസ് ചെയ്യുക. ദെൻ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് എഡ്ജസ് ആണ്. കാരണം എന്താണ്, റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ് ആൻഡ് ഓപ്ഷൻ. ഫോർവേഡും ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫോർവേഡും ഓപ്ഷനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പാർട്ടിക്കും എന്തുണ്ട്, ഒബ്ലിഗേഷൻ ടു പെർഫോം ദി കോൺട്രാക്റ്റ്. ഫോർവേഡിൽ രണ്ട് പാർട്ടിയും ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യണം. ഓപ്ഷനിൽ ഓൺലി സെല്ലറിന് മാത്രം ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദെൻ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ് ഫോർവേഡ്. ദെൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ദെൻ ഫോർവേഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യില്ല, നേരെ മറിച്ച് ഓവർ ദി കൗണ്ടറിലാണ് ട്രേഡ് ചെയ്യാറുള്ളത്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ ഫോർവേഡിൻ്റെയും ഓപ്ഷൻ്റെയും ഡിഫറൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ.